ലോക കേരള ഓൺലൈൻ പോർട്ടലിനായി 2 കോടി അനുവദിച്ചു. പ്രവാസികൾക്ക് ഒരു പ്രയോജനവുമില്ലാത്ത ലോക കേരള സഭയ്ക്കായി 3 കോടിയാണ് ചെലവഴിച്ചിരുന്നത്. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, ഈ കുടിയേറ്റ സർവേ മാത്രമല്ല ഈ ഓൺലൈൻ പോർട്ടൽ അത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് സംവദിക്കാൻ ഒരു ഇടം എന്നുള്ള രീതിയിലാണ്. അതെന്താണ് അതിൻ്റെ പ്രയോജനം എന്നുള്ളതും ഉദ്ദേശം എന്നുള്ളതും മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ച് ഈ നൂതന സാങ്കേതിക വിദ്യയൊക്കെ സർവത്ര ഒരുപക്ഷെ ആളുകൾ തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ഓൺലൈൻ പോർട്ടൽ കൊണ്ട് എന്ത് പ്രാധാന്യം എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. എന്തായാലും 2 കോടി അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ വിലയിരുത്താം? ലക്ഷ്മി, ലോക കേരള സഭയുടെ പേരിലുള്ള ധൂർത്ത് ഇപ്പോഴും സർക്കാർ തുടരുകയാണ്. നേരത്തെ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായത് ലോക കേരള സഭ കൊണ്ട് സാധാരണക്കാരായ പ്രവാസികൾക്ക് എന്ത് പ്രയോജനമെന്ന ചോദ്യമായിരുന്നു ഉയർന്നത്. പ്രതിപക്ഷം ഉൾപ്പെടെ ഈ ചോദ്യം ചോദിച്ചെങ്കിൽ കൃത്യമായി മറുപടി നൽകാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 3 തവണയായി ലോക കേരള സഭ നടത്തിയതിലൂടെ ഏകദേശം 12 കോടി രൂപയ്ക്കടുത്താണ് സർക്കാർ ചെലവഴിച്ചത്. ഈ ലോക കേരള സഭയ്ക്കും ആദ്യം 2 കോടി അനുവദിക്കുന്നു. ഇതിനുശേഷമാണ് ഈ ലോക കേരള സഭയോടനുബന്ധിച്ചുകൊണ്ട് സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി 1 കോടി അനുവദിച്ചു. അങ്ങനെ 3 കോടിയാണ് ഈ ലോക കേരള സഭയ്ക്ക് നിലവിൽ ചെലവായിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഓൺലൈൻ പോർട്ടലിന്റെ മറവിലും വീണ്ടും ധൂർത്ത് തുടരുന്നത്. 2 കോടി രൂപയാണ് ഓൺലൈൻ പോർട്ടൽ തുടങ്ങുന്നതിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ലോക കേരള ഓൺലൈൻ പോർട്ടൽ എന്ന പേരിലാണ് പോർട്ടൽ ആരംഭിക്കുക. ഇതിനാണ് 2 കോടി അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചതുപോലെ ഈ ലോക കേരള സഭയ്ക്ക് പിന്നാലെ തന്നെ ഈ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഷോ അമേരിക്കയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനായുള്ള പണം ഉടൻ തന്നെ അനുവദിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ നോർക്ക ഈ ഒരു ആവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ വീണ്ടും ഇതിനാവശ്യമായ കോടികൾ അനുവദിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ വീണ്ടും അമേരിക്കയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാകും. കലാപരിപാടികൾ ഉൾപ്പെടെ അമേരിക്കയിലെത്തി സംഘടിപ്പിക്കുമെന്നാണ് നിലവിൽ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ്, അതായത് ലോക കേരള സഭയുടെ ഭാഗമായി ഒരു വശത്ത് ധൂർത്ത് ഇങ്ങനെ യഥേഷ്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 3 കോടി രൂപ ലോക കേരള സഭ നടത്തുന്നതിന് ചിലവായെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ പോർട്ടലിനായി വീണ്ടും 2 കോടി കൂടി ചെലവഴിക്കുകയാണ്. മാത്രമല്ല, ഈ ഉത്തരവിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ തൊഴിൽ തേടുന്ന പ്രവാസികൾക്ക് സഹായകമാകുന്ന രീതിയിൽ ഓൺലൈൻ പോർട്ടൽ രൂപീകരിക്കുമെന്നൊക്കെ പറയുമ്പോഴും നമുക്ക് നേരത്തെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ കോടികൾ തന്നെ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. ഓരോ വർഷവും ഈ വെബ്സൈറ്റുകളുടെ നവീകരണം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടികളാണ് ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മുൻനിർത്തി ക്ഷേമ പെൻഷനുകൾ സർക്കാർ യഥാസമയം നൽകുന്നില്ല. ഇപ്പോഴും 5 മാസത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാണ്. KSRTC പെൻഷൻകാർക്ക് പണം നൽകുന്നില്ല. KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നില്ല. മാത്രമല്ല, കാരുണ്യ പദ്ധതിയിൽ പോലും പണം നൽകാത്ത ഒരു സാധനമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഏറ്റവും അവശ്യ സർവീസായ പോലീസിന് പോലും സർക്കാർ പണം നൽകുന്നില്ല. പക്ഷേ ഈ ലോക കേരള സഭയുടെ പേരിലുള്ള ധൂർത്ത് യഥേഷ്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോക കേരള സഭയുടെ ഭാഗമായി എന്ത് ചോദിക്കുന്നു അത് സർക്കാർ അപ്പോൾ തന്നെ നൽകുന്നു. ധനവകുപ്പിന് ഇക്കാര്യത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയും പ്രശ്നമല്ല എന്ന് തന്നെയാണ് ഈ ഉത്തരവുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വശത്ത് ധൂർത്ത് ഇങ്ങനെ യഥേഷ്ടം തുടരുമ്പോഴാണ് സാധാരണക്കാർക്ക് ആഗോള സാംസ്കാരിക ഉത്സവത്തിന് കോടികൾ, ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന് ലക്ഷങ്ങൾ, മാത്രമല്ല പബ്ലിസിറ്റിക്ക് വേറെ തുക, അത്തരത്തിൽ ഇങ്ങനെ ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രവാസി ക്ഷേമത്തിന് യാതൊരു മുൻഗണനയും ഇല്ല. മാത്രമല്ല, മുൻപ് നടന്നിട്ടുള്ള ലോക കേരള സഭകളിൽ പ്രവാസികൾക്ക് എന്ത് ഗുണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ലക്ഷ്മി, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മുൻപ് ലോക കേരള സഭകൾ സംഘടിപ്പിക്കുമ്പോൾ അതുകൊണ്ട് സാധാരണക്കാരായ പ്രവാസികൾക്ക് എന്ത് പ്രയോജനമെന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരവ് നൽകാൻ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ കഴിയുന്നില്ല. ലോക കേരള സഭ സംഘടിപ്പിക്കുന്നതോടെ ഈ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പ്രവാസികൾക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ മറ്റ് സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുമെന്നൊക്കെയായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി അവകാശവാദമായി മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങിയോ അല്ലെങ്കിൽ സാധാരണക്കാരായ പ്രവാസികൾക്ക് ഈ ലോക കേരള സഭയിലേക്ക് പങ്കാളിത്തം പോലുമില്ല. അവരെ ലോക കേരള സഭയിൽ പങ്കെടുപ്പിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പ്രതിപക്ഷവും അതുപോലെ തന്നെ BJPയും ഒക്കെ ചൂണ്ടിക്കാണിച്ചത് ഈ ലോക കേരള സഭ ഒരു കൂട്ടം വ്യക്തികൾക്ക് മാത്രമായി മാറുന്നു. അതിനുവേണ്ടി കോടികൾ ചെലവഴിക്കുന്നു. അവർ ഇവിടെ വന്ന് തമ്പടിക്കുകയും അവർക്ക് വേണ്ടി കോടികൾ ഇങ്ങനെ ചെലവഴിക്കുകയും ചെയ്യുകയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. മാത്രമല്ല, ഈ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നതോടെ സംസ്ഥാനത്തേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ എത്തുമെന്ന് സർക്കാർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള നിക്ഷേപങ്ങളൊന്നും സംസ്ഥാനത്തേക്ക് വരുന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ലോക കേരള സഭ കഴിയുമ്പോൾ മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഈ ലോക കേരള സഭയ്ക്ക് പിന്നാലെ തന്നെ മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും അതിന്റെ പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ കുടുംബത്തോടൊപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഏതായാലും മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയിൽ വെച്ചാണ് ആദ്യ ഷോ, ലോക കേരള സഭയുടെ ബ്രാൻഡിംഗ് ഷോ സംഘടിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനായി ഏതായാലും അല്പ ദിവസത്തിനകം തന്നെ വീണ്ടും കോടികൾ അനുവദിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. വീണ്ടും ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്കും സംഘടിപ്പിക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ രീതിയിൽ ഒരു വശത്ത് ലോക കേരള സഭയുടെ പേരിലുള്ള ധൂർത്ത് യഥേഷ്ടം ഇങ്ങനെ
തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന പദ്ധതികളെല്ലാം സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വെട്ടിക്കുറയ്ക്കുന്നു. കാരുണ്യ പദ്ധതിക്ക് പോലും പണം നൽകുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ ഒരു വിമർശനം തന്നെ ഉയർന്നു വരേണ്ട വിഷയമായി ഇത് മാറുകയാണ്. മാത്രമല്ല ഈ കോവിഡ് അപകടമൊക്കെ നടന്നപ്പോൾ കൃത്യമായി ലോക കേരള സഭയ്ക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന ചോദ്യവും പ്രധാനമായും ഉയരുന്നുണ്ട്. അവിടെ കൃത്യമായി ഇടപെടൽ നടത്താൻ പോലും ലോക കേരള സഭയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കോ കഴിഞ്ഞില്ല എന്ന വസ്തുത കൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായുണ്ട്. മാത്രമല്ല സാധാരണക്കാരായ പ്രവാസികൾ ഓരോ രാജ്യങ്ങളും നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അത് സർക്കാരിന് മുന്നിലേക്ക് പലതവണ എത്തിയതുമാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും ലോക കേരള സഭയ്ക്ക് ഫലപ്രദമായി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന ചോദ്യം പല ഘട്ടങ്ങളിലും ഉയർന്നിരുന്നു. നിയമസഭയിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മൗനം പാലിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലോക കേരള സഭയുടെ പേരിൽ കോടികൾ ഇങ്ങനെ ചെലവഴിക്കുന്നത് ഒരു വശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ലക്ഷ്മി.